ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ ശ്യാമ ആനന്ദനിലയത്തിലെത്തി അപ്പുവിന്റെ ആഗ്രഹം അറിയിച്ചത് കേട്ട് ആദി പറഞ്ഞു, അമ്മ ഒരു പാവം കൊച്ചിന്റെ ആഗ്രഹമല്ലേ, അതുകൊണ്ട് അമ്മ തൽക്കാലം ഇതിനോട് എതിർപ്പൊന്നും പറയരുത്. ആ തൽക്കാലം ശ്രീകുട്ടി പോകട്ടെ എന്ന് പറയുമ്പോൾ ശ്രീകുട്ടി പറഞ്ഞു, അതേ മുത്തശ്ശി, എനിക്ക് അപ്പുചേട്ടനെ കാണണം, അതുകൊണ്ട് അപ്പുചേട്ടനെ കാണാൻ എന്നെ പോകാൻ സമ്മതിക്കണം മുത്തശ്ശി, എനിക്ക് അപ്പുചേട്ടനെ കാണണം എന്ന് പറഞ്ഞു ശ്രീകുട്ടിയും ബഹളം വെച്ചു. ഇതെല്ലാം കേട്ടുകൊണ്ട് നിൽക്കുന്ന ഐശ്വര്യ പറഞ്ഞു, അമ്മ കഴിഞ്ഞ കാര്യങ്ങളൊന്നും അമ്മ മറക്കരുത്. ഇവൾ നമ്മുടെ കുടുംബത്തോട് ചെയ്ത ദ്രോഹങ്ങളൊന്നും അമ്മ മറക്കരുത്. അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും ഇവളുടെ ഈ ആവശ്യം ഇപ്പോ അമ്മ സാധിച്ചു കൊടുക്കരുത് എന്ന് ഐശ്വര്യ വസുന്ധരയോട് പറയുന്നു. ഇതെല്ലാം കേട്ടുനിന്ന ആദിത്യം പറഞ്ഞു, ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് ഐശ്വര്യയല്ല, അമ്മയാണ്. അതുകൊണ്ട് ഐശ്വര്യ തൽക്കാലം തീരുമാനം പറയേണ്ടതില്ല എന്ന് പറയുമ്പോൾ ഐശ്വര്യ പറഞ്ഞു, അതെ, അമ്മ തന്നെയാ തീരുമാനം എടുക്കേണ്ടത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അമ്മയ്ക്ക് എല്ലാം നല്ല ഓർമ്മയുണ്ട്, ഇവൾ ഈ കുടുംബത്തോട് കാണിച്ചു കൂട്ടിയിട്ടുള്ള ദ്രോഹങ്ങളെല്ലാം. അതുകൊണ്ട് തന്നെ അമ്മ ഒരു കാരണവശാലും അതൊന്നും അമ്മ മറക്കുകയുമില്ല എന്ന് ഐശ്വര്യ അല്ലേ അമ്മേ എന്ന് വസുന്ധരയോട് അന്വേഷിച്ചു. അപ്പോഴേക്കും ശ്രീകുട്ടി വസുന്ധരയോട് പറഞ്ഞു, മുത്തശ്ശി, എനിക്ക് അപ്പുവേട്ടനെ കാണണം മുത്തശ്ശി, ഞാൻ പൊക്കോട്ടെ, എനിക്ക് അപ്പുവേട്ടനെ കാണണം മുത്തശ്ശി, പ്ലീസ് എന്ന് പറഞ്ഞു ശ്രീകുട്ടി ബഹളം വെക്കുമ്പോൾ ഉടനെ ഐശ്വര്യ പറഞ്ഞു, അമ്മ ഈ സെന്റിമെന്റ്സിലൊന്നും വീഴരുതമ്മേ, അമ്മയോട് കാണിച്ചിട്ടുള്ള ഇവൾ ചെയ്തിട്ടുള്ള ചതികളൊന്നും അമ്മ മറന്നു പോകരുത് എന്ന് പറഞ്ഞത് ഉടനെ വസുന്ധര പറഞ്ഞു, കഴിഞ്ഞു പോയതൊന്നും ഞാൻ മറന്നിട്ടില്ല, എല്ലാം എനിക്ക് ഓർമ്മയുണ്ട് താനും. പക്ഷേ ഇതൊരു കൊച്ചുകുട്ടിയുടെ ആഗ്രഹമാണ്. അതുകൊണ്ട് തന്നെ ആ കുഞ്ഞിന്റെ ആഗ്രഹമായതുകൊണ്ട് അവനോട് ഇത്തവണ ഈയൊരു ആവശ്യം, അവന്റെ ഈ ഒരു ആഗ്രഹം അത് നിറവേറ്റി കൊടുത്തില്ല എങ്കിൽ നമ്മളാരും മനുഷ്യരല്ലാതായി മാറും. അങ്ങനെ ദൈവത്തിന് നിരക്കാത്ത പ്രവൃത്തി ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് വസുന്ധര അറിയിച്ചു. ആദ്യം താനൊന്നും മറന്നിട്ടില്ല എന്ന് പറയുമ്പോൾ ഐശ്വര്യ വലിയ സന്തോഷത്തിൽ അഹങ്കാരത്തോടെ ഐശ്വര്യയുടെ ഒപ്പം വസുന്ധര നിൽക്കുന്നു എന്ന സന്തോഷത്തിൽ സ്വാമിയെ നോക്കുമ്പോൾ അതിനോടൊപ്പം തന്നെയാണ് വസുന്ധര പറഞ്ഞത്, ഇതൊരു കൊച്ചുകുട്ടിയുടെ ആഗ്രഹമാണെന്നും ആ ആഗ്രഹം ഉള്ളതുകൊണ്ട് അവന് വേണ്ടി ഇങ്ങനെയൊരു പ്രവൃത്തി ചെയ്തില്ല എങ്കിൽ മനുഷ്യരല്ലാതായി തീരുമെന്നും, അതുകൊണ്ട് പോകുന്നത് കൊണ്ട് കുഴപ്പമൊന്നും തന്നെയില്ല, അവന് വേണ്ടി ഈ ഒരു ആവശ്യം അംഗീകരിച്ചു കൊടുത്തില്ലെങ്കിൽ പിന്നെ നമ്മുടെ ആരുടെയും മനസ്സ് മനുഷ്യരുടേതല്ലാതായി തീരും, നമ്മളാരും മനുഷ്യരില്ലാതായി പോകും എന്ന് വസുന്ധര പറഞ്ഞു. അതുകൊണ്ട് കൊച്ചിനെ കൊണ്ടുപോകുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, പിന്നെ കൃത്യസമയത്ത് പറയുന്ന സമയത്ത് കൊച്ചിനെ ഇവിടെ തിരികെ കൊണ്ടുവന്നാക്കിയിരിക്കണം എന്ന് സ്വാമിയോട് വസുന്ധര അറിയിച്ചു. ആ വാക്ക് കേട്ടതും വസുന്ധര വളരെ സന്തോഷത്തോടെ, തീർച്ചയായിട്ടും ഞാൻ കൃത്യസമയത്ത് തന്നെ ഇവിടെ എത്തിച്ചോളാം, ഞങ്ങൾ തിരിച്ചു വരുന്ന വഴി ഇവിടെ വിട്ടോളാം, ഒരുപാട് നന്ദിയുണ്ടമ്മേ, ഇങ്ങനെ ഒരു ഉപകാരം എനിക്ക് ചെയ്തതിൽ ഒത്തിരി നന്ദിയുണ്ട് എന്ന് ശ്യാമ കൈകൂപ്പി നന്ദി പ്രകടിപ്പിച്ചതും വസുന്ധര പറഞ്ഞു, ഇതിന് നന്ദി പ്രകടനമോ ഉപകാരമോ ഒന്നുമായിട്ട് ആരും കരുതണ്ട, പിന്നെ ഈ ചെയ്തതൊന്നും ആരും മറന്നിട്ടുമല്ല, ഒരു കൊച്ചുകുട്ടിയുടെ ആഗ്രഹമല്ലേ, അപ്പുവിന്റെ കാര്യമല്ലേ, അവന്റെ കാര്യങ്ങൾ നടക്കട്ടെ എന്ന് വസുന്ധര അറിയിച്ചു. ഉടനെ ശ്യാമ പറഞ്ഞു, എന്നാ ഞാനിപ്പോൾ പോവാം, ഞാൻ വൈകുന്നേരം വരാം കേട്ടോ ശ്രീകുട്ടി, മോളെ വൈകുന്നേരം ആൻറ്റി ചേച്ചി വരാട്ടോ എന്ന് പറഞ്ഞ് ശ്രീകുട്ടിയോട് യാത്ര പറഞ്ഞു. അതിനുശേഷം ശ്യാമ അമൃതയെയും ആദിയേട്ടനെയും നോക്കി യാത്ര ചോദിച്ചിട്ട് ശ്യാമ അവിടെ നിന്ന് പോകുന്നു. ശ്യാമ പോയി കഴിയുമ്പോഴേക്കും ഉടനെ ഐശ്വര്യ വസുന്ധരയോട് ചോദിച്ചു, അമ്മ എന്ത് പ്രവൃത്തിയായി ചെയ്തത്, ഇത് പറ്റിയ അവസരമായിരുന്നില്ലേ അവൾ നമ്മളോട് കാണിച്ചതിനൊക്കെ പകപോക്കാൻ പറ്റിയ അവസരം എന്ന് വസുന്ധരയോട് ഐശ്വര്യ ചോദിച്ചു. ഉടനെ തന്നെ വസുന്ധര എഴുന്നേറ്റ് ഐശ്വര്യ അരികിലേക്ക് ചെന്നിട്ട് ചോദിച്ചു, ഐശ്വര്യയെ, നിന്റെ ഉള്ളിൽ എന്താ ഉള്ളത്, നിന്റെ ഉള്ളിൽ മനസ്സെന്ന് പറയുന്ന ഒരു സാധനമില്ലേ, കഷ്ടം, ഒരു തരിമ്പ് പോലും മനസാക്ഷിയില്ലേ നിനക്ക് എന്ന് വസുന്ധര ഐശ്വര്യയെ നോക്കി ഭയങ്കര കഷ്ടമായി പോയി എന്ന് പറഞ്ഞ് അവിടെ നിന്ന് വസുന്ധര പോകുന്നത് കണ്ട് ഐശ്വര്യ ആകെ നാണം കെട്ടു വന്നു. ഉടനെ ഐശ്വര്യ ഓർത്തു, ഇനിയിപ്പോ അവൾ വലിയ പാട്ടുകാരിയായല്ലോ, വലിയ സെലിബ്രിറ്റിയും പണക്കാരിയൊക്കെ ആയല്ലോ, അതുകൊണ്ട് അമ്മയുടെ മനസ്സ് മാറി തുടങ്ങിയിരിക്കുന്നു, അതാണ് ഇതിന് കാരണം. അല്ല, സത്യത്തിൽ അമ്മയ്ക്ക് അവളോട് പ്രതികാരം ചെയ്യാനൊരു അവസരം കിട്ടിയത് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടും അമ്മയ്ക്ക് എന്താ അത് മനസ്സിലാകാത്തത് എന്നെല്ലാം ഐശ്വര്യ ആലോചിച്ച് ആദിയും ഒപ്പം അമൃതയും ഐശ്വര്യയെ നോക്കി ഇങ്ങനെ ചമ്മിയതിന്റെ ആ ഒരു സന്തോഷത്തിൽ അവർ നിൽക്കുന്നത് കണ്ടതോടെ ദേഷ്യത്തോടെ ഐശ്വര്യ അവിടെ നിന്ന് പോകുന്നു. ഐശ്വര്യ പോയി കഴിയുമ്പോഴേക്കും ആദിയും അവിടെ നിന്ന് പോകുന്ന സമയത്ത് അമൃത പറഞ്ഞു, ആദിയേട്ടാ നിക്ക്. ഉടനെ ആദി എന്താ കാര്യമെന്ന് അമൃതയോട് ചോദിച്ചു. അപ്പോഴേക്കും അമൃത പറഞ്ഞു, ആദിയേട്ടാ നാളെ നമുക്കും പോണം, ഇന്ന് നമുക്കും ഒരിടം വരെ പോണം. അത് കേട്ടതും ആദി ചോദിച്ചു, എവിടേക്കാ പോകുന്നത്? അപ്പോൾ ഉടനെ തന്നെ ആദിയോട് അമൃത പറഞ്ഞു, അത്
എവിടെയാന്ന് സീക്രട്ടാ. പക്ഷെ നമ്മൾ പോകുന്ന കാര്യം മറ്റാരും അറിയണ്ട. നമ്മൾ മാത്രം പോയാൽ മതി. അതെന്താ മനസ്സിലായില്ല എന്ന് ആദിത്യൻ പറഞ്ഞതും അമൃത പറഞ്ഞു, ആദ്യേട്ടാ, എൻ്റെ മനസ്സിൽ ചില സംശയങ്ങളുണ്ട്. ആ പർദ്ദയ്ക്കുള്ളിൽ അത് അവൾ തന്നെയാണെന്നാണ് എൻ്റെ വിശ്വാസം. വിശ്വാസമല്ല, അത് സത്യം തന്നെയാണ്. അതാണോ അല്ലയോ എന്ന് ഇന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ്. ഇന്ന് ശ്രീകുട്ടിയുമായി ശ്യാമ പോകുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവളും അവിടെ എത്തും. അത് എനിക്ക് ഉറപ്പുണ്ട്. അത് തെളിയിക്കാൻ വേണ്ടിയാണ് ആദ്യേട്ടാ നമുക്കും പോണെന്ന് പറഞ്ഞത്. അപ്പോൾ ഉടനെ ആദ്യ ചോദിച്ചു, ആരുടെ കാര്യമാണ് പറയുന്നത്? എനിക്കൊന്നും വ്യക്തമാവുന്നില്ല. നീ ഒന്ന് തെളിച്ചൊന്ന് പറ, കാര്യം പറ എന്ന് പറഞ്ഞത് അമൃത വേഗം ആദ്യയുടെ അരികിലേക്ക് ചെന്നു. എന്നിട്ട് പറഞ്ഞു, ആദ്യേട്ടാ, വേറൊന്നുമല്ല, എനിക്ക് ഒരു സംശയമുള്ളത് നമ്മുടെ ഓഫീസിൽ പുതിയതായി ജോലിക്ക് കയറിയ ആളെക്കുറിച്ചാണ് എൻ്റെ സംശയം എന്ന് പറഞ്ഞത്. അമൃതയുടെ ആ സംശയം കേട്ട് ആദ്യം പറഞ്ഞു, എന്ത് സംശയം? നീ കാര്യം പറഞ്ഞേ കേൾക്കട്ടെ. ഇങ്ങനെ അറ്റവും മുറിയും പറയാതെ നീ കാര്യമായിട്ട് പറ, എന്താ വിശദമായിട്ട് പറഞ്ഞേ എന്ന് പറഞ്ഞതും അമൃത അന്ന് ചാനൽ പ്രോഗ്രാമിന് പോയ സമയത്ത് ശ്രീകുട്ടി മാറി നിന്ന് സംസാരിക്കുന്നത് കണ്ട് അവിടേക്ക് ചെന്നതും ശ്രീകുട്ടിയുടെ അരികിൽ നിന്ന് സംസാരിച്ച ആള് വേഗം പർദ്ദയെടുത്ത് മാറ്റിയതും യാത്ര പറഞ്ഞ് പോരുന്ന സമയത്ത് ശ്രീകുട്ടി പോട്ടെ അമ്മ എന്ന് പറഞ്ഞതുമൊക്കെ അമൃത സംശയത്തോടെ ആദിത്യനോട് അറിയിച്ചു. അതുകൊണ്ട് അത് അശ്വതി തന്നെയാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. അത് തെളിയിക്കാനാണ് എന്ന് പറഞ്ഞതും ആദിത്യൻ പറഞ്ഞു, ശരി, തീർച്ചയായിട്ടും നമ്മളും ഇന്ന് അവിടെ എത്തും എന്ന് ആദിത്യൻ ശ്യാമ പറഞ്ഞ സ്ഥലത്ത് നമ്മളും പോയിരിക്കും എന്ന് അമൃതയോട് ഉറപ്പ് പറയുന്നു. പിന്നീട് വിസ്മയ കുളിച്ച് രണ്ട് സൈഡിലേക്കും മുടിയൊക്കെ പിന്നിയിട്ട് മുഖത്ത് എല്ലാം ഭസ്മം വാരി പൂശി അല്പം സിന്ദൂരവും തൊട്ട് ഒരു വിഗ്രഹം, കണ്ണൻ്റെ ഒരു വിഗ്രഹം, ശ്രീകൃഷ്ണ വിഗ്രഹം എടുത്തുകൊണ്ട് നേരെ ഹാളിലേക്ക് എത്തുന്നു. അവിടെ കൊണ്ടുവന്ന് ആ ശ്രീകൃഷ്ണ വിഗ്രഹം വെച്ചതിന് ശേഷം കണ്ണൻ്റെ ആ വിഗ്രഹത്തിൽ ഒരു മാല ചാർത്തുന്നു. അതിനുശേഷം വിസ്മയ തൊഴുതുകൊണ്ട് പറഞ്ഞു, കണ്ണ, ഇത് കണ്ണൻ്റെ ശ്യാമയാകട്ടോ. നീയാ കണ്ണ എനിക്ക് 75 ലക്ഷം രൂപ തന്നത്. നീയാണ് എനിക്ക് പാട്ട് പാടാൻ എനിക്ക് അവസരം തന്നത്. ഈ കഴിവ് തന്നത് നീയാണ് കണ്ണ എന്നെല്ലാം പറഞ്ഞു പൂക്കളെല്ലാം കണ്ണന് അർപ്പിച്ചതിന് ശേഷം അതിൽ കുറച്ച് എടുത്ത് തൻ്റെ തലയിലുമൊക്കെ ഇട്ടിട്ട് വളരെ സന്തോഷത്തോടെ ആ വിഗ്രഹത്തിന് ചുറ്റും വട്ടം കറങ്ങുന്നു. ഇതെല്ലാം കണ്ടുകൊണ്ട് അവിടേക്ക് ഐശ്വര്യയും അരുന്ധതിയും എത്തി. അരുന്ധതിയും ഐശ്വര്യയോട് പറഞ്ഞു, കണ്ടോ ഐശ്വര്യ, ഇന്ന് മുതൽ കാണും, രാവിലെ മുതൽ ഇങ്ങനെയാണ്, ഒരു വക കഴിച്ചിട്ടില്ല. പൂജയും പൂമാല കെട്ടലും ഒക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. എപ്പോഴും പറയുന്നത് ഞാൻ ശ്യാമയാണെന്നൊക്കെ പറഞ്ഞ ഇതെല്ലാം ചെയ്യുന്നത്. അത് മാത്രമല്ല 75 ലക്ഷം കിട്ടിയെന്നൊക്കെ പറഞ്ഞാണ് ഓരോ കാര്യങ്ങൾ ചെയ്തു കൂട്ടുന്നത്. ഇതൊക്കെ കണ്ടിട്ട് എനിക്ക് പേടിയാകുന്നു ഐശ്വര്യ എന്ന് പറഞ്ഞു. ഇതെല്ലാം കണ്ടതും ഐശ്വര്യ പറഞ്ഞു, അരുന്ധതി പറഞ്ഞപ്പോൾ ഇത്രയേറെ പ്രശ്നമുണ്ടെന്ന് ഞാൻ കരുതിയിരുന്നില്ല. ഇത് പക്ഷേ നമ്മൾ കരുതിയ പോലെയുള്ള കാര്യങ്ങളല്ല. ഇത് കുറച്ച് ഓവറാണല്ലോ അരുന്ധതി. എന്തായാലും ഉടനെ തന്നെ ഒരു സൈക്കാട്രിസ്റ്റിനെ കാണണമെന്നാണ് എനിക്ക് തോന്നുന്നത് എന്ന് പറയുന്നത് വിസ്മയ അവിടെ ഇരുന്ന് വേഗം കണ്ണനെ പ്രാർത്ഥിച്ചുകൊണ്ട് വീണ്ടും കണ്ണ ഞാൻ നിന്റെ ശ്യാമയ കണ്ണ എന്നൊക്കെ വിസ്മയ പറയുന്നു. ഇതെല്ലാം കേട്ടുകൊണ്ട് നിന്ന ഐശ്വര്യയും അരുന്ധതിയും ആകെ ടെൻഷനിലായി. ഉടനെ അരുന്ധതി പറഞ്ഞു, അയ്യോ ഐശ്വര്യ, അപ്പൊ ഐശ്വര്യ പറയുന്നത് എന്ത് നമ്മൾക്ക് പ്രാന്താണെന്നാണോ എന്ന് ചോദിച്ച് അരുന്ധതി പൊട്ടിക്കരഞ്ഞു. അപ്പോഴേക്കും ഐശ്വര്യ പറഞ്ഞു, അങ്ങനെയല്ല അരുന്ധതി, ഇപ്പോഴത്തെ അവസ്ഥയിൽ നമുക്കറിയില്ലല്ലോ മനസ്സിന്റെ ഓരോ അവസ്ഥ എന്താണെന്ന്. അതുകൊണ്ട് നമുക്കതിനെക്കുറിച്ച് പറയാനുമാവില്ല. അതുകൊണ്ട് തന്നെ തൽക്കാലം ഒരു ഡോക്ടറെ കാണിക്കുന്നത് നല്ലതാണെന്ന് മാത്രം, അത്രയേ ഉള്ളൂ എന്ന് ഐശ്വര്യ അരുന്ധതിയെ പറഞ്ഞ് സമാധാനിപ്പിക്കുന്നു. അപ്പോഴേക്കും ഐശ്വര്യയോട് അരുന്ധതി പറഞ്ഞു, ഇതെല്ലാം കാണുമ്പോൾ എനിക്കൊരു കാര്യമാണ് തോന്നുന്നത് ഐശ്വര്യ. ഉടനെ ഐശ്വര്യ ചോദിച്ചു, എന്താ അരുന്ധതി? ഉടനെ അരുന്ധതി പറഞ്ഞു, അന്നേ ആ കൃഷ്ണന്റെ തിരുവാഭരണം എടുക്കാനായി നിങ്ങൾ രണ്ടുപേരുമല്ലേ ഒരുമിച്ച് നിന്നത്? അന്ന് വിസ്മയും ഐശ്വര്യയും ചേർന്നല്ലേ അന്ന് ആ കൃഷ്ണന്റെ തിരുവാഭരണം മോഷ്ടിച്ചത്? അതിന്റെ ശാപമാണോ ഭഗവാന്റെ ക്രോധമാണോ ഇതിന് കാരണമെന്ന് എനിക്ക് സംശയമുണ്ട്. അങ്ങനെയാണെങ്കിൽ ഐശ്വര്യയും അക്കാര്യത്തിൽ പങ്കാളിയാണ് എന്ന് പറഞ്ഞു. ഇത് കേട്ട ഉടനെ ഐശ്വര്യ പറഞ്ഞു, അരുന്ധതി വെറുതെ എന്നെ പേടിപ്പിക്കാതെ, അരുന്ധതി എന്തൊക്കെയായി പറയുന്നത് എന്ന് ചോദിച്ചതും ഉടനെ ഐശ്വര്യയുടെ അരുന്ധതി പറഞ്ഞു, അതെ, ഞാൻ വെറുതെ അല്ല പറയുന്നത്, കാര്യമായിട്ടാണ്. ഐശ്വര്യയും സൂക്ഷിച്ചോ, അതാ നല്ലത് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് വിസ്മയ കണ്ണനോട് പറഞ്ഞു, കണ്ണ, നീ എനിക്ക് 75 ലക്ഷം രൂപ തന്നല്ലോ, അതിന് എൻ്റെ സന്തോഷമായിട്ട് ഞാൻ നിനക്ക് 101 പവൻ സ്വർണം തരാൻ കേട്ടോ എന്ന് ആ കൃഷ്ണ വിഗ്രഹത്തെ കെട്ടിപ്പിടിച്ച് വിസ്മയം നിന്നു. ഇത് കേട്ട ഉടനെ അരുന്ധതി അരികിലേക്ക് ഓടിച്ചെന്ന് പറഞ്ഞു, അയ്യോ മോളെ, നമ്മളെ കൊണ്ട് കൊടുക്കാൻ പറ്റാത്ത അത്രയും
കാര്യങ്ങളൊന്നും മോൾ ഒരിക്കലും പറയരുതേ, വഴിപാടായിട്ട് പറയരുതേ മോളെ എന്ന് പറഞ്ഞു അരുന്ധതി വേഗം അരികിലേക്ക് ഓടിയെത്തി. അപ്പോഴേക്കും വീണ്ടും വിസ്മയ പറഞ്ഞു, അതേ കണ്ണ, ഞാൻ നിനക്ക് ഇതിന് ഉള്ള സന്തോഷ സൂചകമായിട്ട് എനിക്ക് ആ 101 പവൻ സ്വർണം തരാട്ടോ എന്ന് വീണ്ടും വിസ്മയ പറയുന്നു. ഇതെല്ലാം കണ്ട് അരുന്ധതിയും ഐശ്വര്യയും ആകെ അന്തിച്ചു നിന്നു. അതിനുശേഷം അപ്പുവിന്റെ ആഗ്രഹം പോലെ ബീച്ചിലേക്ക് അപ്പുവിനെ ശ്യാമയും അഖിലും കൂട്ടിക്കൊണ്ടുവരുന്നു. അവിടെ അവർക്കൊപ്പം സന്തോഷത്തോടെ അപ്പുവിന്റെ കൂടെ നിൽക്കാനായി ശ്രീകുട്ടിയെയും അവർ കൂട്ടി. ശ്രീകുട്ടിയും മറ്റു കുട്ടികളോടൊപ്പം ആ ബീച്ചിൻ സൈഡിൽ നിന്ന് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉടനെ ശ്രീകുട്ടി അവിടേക്ക് ഓടിയെത്തിയിട്ട് പറഞ്ഞു, അപ്പുവേട്ടാ, അപ്പുവേട്ടനും വന്നേ, നമുക്ക് കളിക്കാം. അപ്പോഴേക്കും ശ്യാമ ശ്രീകുട്ടിയുടെ അരികിലേക്ക് വന്നിട്ട് പറഞ്ഞു, അത് വേണ്ട മോളെ, മോളും കൂട്ടുകാരും കൂടി കളിച്ചോ, അപ്പുവേട്ടൻ നോക്കി നിന്നോളും എന്ന് പറഞ്ഞു. ഉടനെ തന്നെ അഖിലും അശ്വതിയും കൂടി അവർക്ക് കഴിക്കുവാനുള്ള ഭക്ഷണവുമായിട്ട് അവിടേക്ക് എത്തി. നമ്മളെല്ലാം വാങ്ങിയല്ലോ അല്ലേ എന്ന് അഖിൽ ചോദിച്ചതും എല്ലാം വാങ്ങിച്ചിട്ടുണ്ട് എന്ന് അശ്വതിയും മറുപടി നൽകുന്നു. അപ്പോഴേക്കും അപ്പുവിനെ വിളിച്ചുകൊണ്ട് വേഗം അശ്വതി അവിടെ എല്ലാവരും ഇരിക്കുന്ന സൈഡിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. അച്ഛനും അമ്മയും ആകെ വിഷമിച്ച് അങ്ങനെ ഇരിക്കുമ്പോൾ അഖിലും അരുന്ധതിയും എല്ലാവർക്കും ഭക്ഷണം വിളമ്പി കൊടുക്കുന്നത് കണ്ട് ശ്യാമ ആകെ വിഷമത്തോടെ അപ്പുവിനെ നോക്കി. ഇത് കണ്ട ഉടനെ അശ്വതി വേഗം എടുത്തു കഴിച്ചോ എന്ന് പറഞ്ഞിട്ട് ഉടനെ തന്നെ ശ്യാമയുടെ അരികിലേക്ക് ചെന്നു. എന്നിട്ട് ശ്യാമയോട് പറഞ്ഞു, ശ്യാമേ, നീ എന്താ ഈ കാണിക്കുന്നത്? ഇന്ന് നമ്മൾ ഇവിടേക്ക് വന്നത് എന്തിനാണ്? അത് നീ മറന്നോ? അപ്പുവിന്റെ ആഗ്രഹം പോലെ എല്ലാവരും സന്തോഷത്തോടുകൂടി നിൽക്കുവാനല്ലേ? എന്നിട്ട് അവനെ ഇവിടെ കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോൾ അവന്റെ മനസ്സ് വേദനിപ്പിക്കുന്ന രീതിയിൽ നീ ഇങ്ങനെ സങ്കടപ്പെട്ട് മാറി നിന്നാലോ? എല്ലാവരുടെയും കൂടെ സന്തോഷത്തോടെ ഈ ഒരു നിമിഷം പങ്കുചേരണ്ടേ? അവനും അതല്ലേ സന്തോഷം? അവന്റെ സന്തോഷമല്ലേ നമുക്കിപ്പോ വലുത് എന്ന് അശ്വതി ശ്യാമയോട് പറഞ്ഞു. അത് കേട്ടതും ശ്യാമ പറഞ്ഞു, ശരി അശ്വതി ചേച്ചി, ഞാനും എനിക്ക് അത് മനസ്സിലാവുന്നുണ്ട് എന്ന് പറഞ്ഞ് ശ്യാമ വേഗം അവിടേക്ക് ചെല്ലുന്നു. അങ്ങനെ അവരെല്ലാവരും ചേർന്ന് ഭക്ഷണം കഴിക്കുന്നു. ഈ സമയത്ത് വാസുദേവനും ദേവകിയും വളരെ സ്നേഹത്തോടെ അപ്പുവിനെ ഭക്ഷണം ഊട്ടുന്നു. അഖിലും ശ്യാമയും എല്ലാവരും അവിടെ ഒത്തൊരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ ഈ കാഴ്ച ദൂരെ നിന്ന് അമൃതയും ആദിയും കാണുന്നു. അവരുടെ കൂടെ അഖിലിന്റെയും ശ്യാമയുടെയും കൂടെ അശ്വതിയും അവിടെ ഉണ്ട് എന്നുള്ള കാഴ്ച കണ്ട് ആദിക്ക് കാര്യങ്ങൾ മനസ്സിലായി. വേഗം തന്നെ അശ്വതി അഖിലിന്റെയും ശ്യാമയുടെയും ഒപ്പം ഇരുന്ന് അശ്വതിയും ആ സന്തോഷത്തിൽ പങ്കുചേരുന്നത് കണ്ടതോടെ ആദി ദേഷ്യത്തോടെ വേഗം കാറിനരികിലേക്ക് നടന്നു. ഇത് കണ്ട ഉടനെ അമൃത വേഗം പിന്നാലെ ചെന്നു. ആദിയേട്ടാ, എന്താ എന്താ ആദിയേട്ടാ, എന്തിനാ, എങ്ങോട്ടാ പോകുന്നതെന്ന് ചോദിച്ച് അമൃത വന്നതും ആദി വേഗം അമൃതയെ നോക്കി. ഇപ്പോൾ ആദിയേട്ടന് കാര്യങ്ങൾ മനസ്സിലായില്ലേ? എന്റെ സംശയം ശരിയായിരുന്നുവെന്ന്. ഉടനെ തന്നെ ആദി തന്നെ മൊബൈൽ ഫോൺ കയ്യിലെടുത്തു. അപ്പോഴേക്കും അമൃത ചോദിച്ചു, ആരെ വിളിക്കാനാണ് ആദിയേട്ടൻ ഇപ്പോൾ പോകുന്നത്? ഉടനെ ആദി പറഞ്ഞു, ഞാൻ അമ്മയെ വിളിക്കാനാണ്. അമ്മയെ വിളിച്ച് ഇന്ന് തന്നെ ഇതിനൊരു തീരുമാനം ഉണ്ടാക്കും. അവളെ ഇന്ന് തന്നെ ഓഫീസിൽ നിന്ന് ഞാൻ പുറത്താക്കിയിരിക്കും. അരുൺ അവളെ ആൾമാറാട്ടം നടത്തി നമ്മുടെ ഓഫീസിൽ കയറ്റിയിരിക്കുകയല്ലേ, അവളെ അവിടെ നിന്ന് ഇന്ന് പുറത്താക്കുക തന്നെ ചെയ്യും. അതിനുവേണ്ടിയാണ് എന്ന് പറഞ്ഞതും അമൃത പറഞ്ഞു, ആദിയേട്ടാ, ഞാൻ പറയുന്ന ഒന്ന് കേൾക്ക്. എടുത്തു ചാടി ഇപ്പോൾ അമ്മ ഇവരെ അറിയിക്കരുത്. അമ്മ വലിയ പ്രശ്നം ഉണ്ടാക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ചുകൂടി സമാധാനത്തോടു കൂടി വേണം കാര്യങ്ങൾ നോക്കാൻ. ഇപ്പോൾ അവർ ഇക്കാര്യം അമ്മയെ അറിയിക്കേണ്ട ആദിയേട്ടാ എന്ന് പറഞ്ഞതും ആദി പറഞ്ഞു, ഒരിക്കലുമില്ല, ഇത് അമ്മ അറിയണം. അഖിലും ശ്യാമയും ആ അശ്വതിക്ക് ഒത്താശ നൽകുകയാണ്, അതല്ലേ ഇപ്പൊ കണ്ടത് എന്ന് പറഞ്ഞതും ഉടനെ അത് ഞാൻ സമ്മതിച്ചു കൊടുക്കില്ല എന്ന് ആദി പറഞ്ഞതും അമൃത പറഞ്ഞു, അങ്ങനെയല്ല ആദിയേട്ടാ, സത്യത്തിൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ നമ്മൾ ഒന്നുകൂടി ആലോചിച്ചിട്ട് വേണം എന്തൊരു തീരുമാനം എടുക്കാൻ. അമൃതയുടെ ഐശ്വര്യയുടെ കാര്യമാണ് സമ്മതിച്ചു, പക്ഷേ ആദ്യം ഒരു കാര്യം ഓർത്തു നോക്കി, സത്യത്തിൽ അരുണും അശ്വതിയും എന്ത് തെറ്റാ ചെയ്തത്? ഞാൻ മറ്റൊന്നും ഓർത്തിട്ടല്ല, സ്ത്രീകുട്ടിയെക്കുറിച്ചെങ്കിലും നമ്മൾ ചിന്തിക്കണം. ഐശ്വര്യയുടെ കാര്യം തന്നെയാണ് നമുക്ക് വലുത്. അത് ഞാൻ മറ്റൊന്നും ആലോചിച്ച് പറഞ്ഞതല്ല, അതും ശരി തന്നെയാണ്. പക്ഷേ ഇപ്പോൾ ഒരു കാര്യം ആദ്യമായിട്ടും ചിന്തിച്ചേ പറ്റൂ. ഇപ്പോഴത്തെ അവസ്ഥയിൽ അമ്മയെ വിളിച്ച് വിവരമറിയിച്ചാൽ ഉടനെ തന്നെ നമ്മളെ ഓഫീസിൽ നിന്ന് അശ്വതിയെ പുറത്താക്കും. അതും മാത്രമല്ല, ഉടനെ അശ്വതിയെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്യും. അതിൻ്റെയൊക്കെ അവസാനം എന്താ സംഭവിക്കുക? പാവം ശ്രീകുട്ടി, ആ മോളുടെ കണ്ണുനീര് നമ്മൾ കാണേണ്ടി വരില്ലേ? അവളുടെ സങ്കടമില്ലാതാവില്ലേ? അവളുടെ സന്തോഷമില്ലാതാവില്ലേ? അവൾ സങ്കടപ്പെടുന്നത് നമ്മൾ കാണേണ്ടി വരില്ലേ? ആദ്യം അതൊന്ന് ആലോചിച്ചേ. മറ്റെന്തിനേക്കാളും ഉപരി ആ കുഞ്ഞിൻ്റെ മനസ്സ് നമ്മളൊന്ന് ചിന്തിക്കണ്ടേ? അവളെ നമ്മൾ കരയിക്കാൻ പോകുന്നത് ശരിയാണോ? ഒന്നുകൂടി ആലോചിച്ചിട്ട് മതി. പിന്നെ എന്തിനും ഒരു തീരുമാനം നമുക്കുണ്ടാക്കാം. ആദിയോടും ശ്യാമയോടും നമുക്ക് കാര്യങ്ങൾ സംസാരിക്കാം. എന്തായാലും നാളെ ആ കുഞ്ഞിൻ്റെ ഓപ്പറേഷൻ അല്ലേ, അത് കഴിയട്ടെ. അതിനുശേഷം ആദിയോടും അതിനുശേഷം അഖിലിനോടും ശ്യാമയോടും കാര്യങ്ങൾ സംസാരിച്ച് നമുക്ക് ഒരു തീരുമാനത്തിലെത്താം. ഇതിന് ഒരു വ്യക്തമായ ഒരു പരിഹാരം നമുക്ക് കാണാം. തൽക്കാലം ആദിയേടൻ എടുത്തു ചാടി ഇക്കാര്യം അമ്മയെ അറിയിക്കരുത്. കുറച്ചുകൂടി ആലോചിച്ചിട്ട് വേണം നമ്മൾ എന്തും ചെയ്യുവാൻ.
അതുകൊണ്ട് നമുക്ക് തിരിച്ചു പോകാം. വീട്ടിൽ ചെന്ന് നമുക്കൊന്ന് ആലോചിക്കാൻ മതിയേട്ടാ എന്ന് അമൃത ആദിയെ സമാധാനിപ്പിക്കുന്നു. ആദി അതിന് അനുകൂലിച്ചുകൊണ്ട് അവിടുന്ന് മടങ്ങുന്നു. പിന്നീട് അപ്പുവുമായി തിരികെ ഹോസ്പിറ്റലിലേക്ക് മടങ്ങിയെത്തി ശ്യാമയും മറ്റുള്ളവരും. അവിടെ എത്തിയതിനു ശേഷം ശ്യാമയോട് അപ്പു പറഞ്ഞു, ശ്യാമേച്ചി, എനിക്ക് ഒത്തിരി സന്തോഷമായി. എൻ്റെ ആഗ്രഹം എൻ്റെ ശ്യാമേച്ചി സാധിച്ചു തന്നല്ലോ. ഞാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ ശ്യാമേച്ചി ചെയ്തു തന്നല്ലോ. ഇനിയിപ്പോൾ മരിച്ചാലും എനിക്ക് കുഴപ്പമില്ല എന്ന് പറഞ്ഞതും വേഗം ശ്യാമ ശ്യാമയും ദേവകിയും കൂടി അപ്പുവിൻ്റെ വാ പൊത്തിപ്പിടിച്ചു. മോനെ, അങ്ങനെയൊന്നും പറയല്ലേ നീ എന്ന് പറഞ്ഞു. അപ്പോഴേക്കും അപ്പു പറഞ്ഞു, എൻ്റെ ശ്യാമേച്ചി പാട്ട് പാടി അതിൽ വിജയിച്ചു. അതിനേക്കാൾ ഉപരി എൻ്റെ ആഗ്രഹങ്ങൾ എൻ്റെ ചേച്ചി സാധിച്ചു തന്നു. എനിക്കത് മതി. ഇനിയൊന്നും എനിക്ക് പ്രശ്നമല്ല എന്ന് അപ്പു അറിയിച്ചു. അപ്പോഴേക്കും ശ്യാമ പറഞ്ഞു, മോനെ, ഇനി നീ കൂടുതലൊന്നും പറയണ്ട. നീ കിടന്നോ. നാളെ അതിരാവിലെ എഴുന്നേൽക്കേണ്ടതല്ലേ എന്ന് പറഞ്ഞു അപ്പുവിനോട് കിടന്നോളാനായി ശ്യാമ പറയുന്നു. അങ്ങനെ അപ്പുവിനെ സമാധാനിപ്പിച്ച് അവർ ഉറങ്ങാനായി കിടത്തി. അതിനുശേഷം അപ്പു അവിടെ കിടക്കുന്നത് കണ്ടതോടെ അപ്പുവിനെ ഉറക്കാനായി വിട്ട് ശ്യാമ സമാധാനിപ്പിച്ച് അപ്പു പതുക്കെ മയങ്ങി തുടങ്ങുമ്പോഴേക്കും വാസുദേവൻ ആ കാഴ്ച കണ്ട് വേദനയോടെ പൊട്ടിക്കരഞ്ഞു. അത് കണ്ടതോടെ ശ്യാമ വാസുദേവന്റെ അരികിലേക്ക് ഓടിയെത്തി. അച്ഛൻ എന്താ ഈ ചെയ്യുന്നത്? അച്ഛൻ ഇങ്ങനെ തളർന്നു പോയാൽ പിന്നെ എനിക്കും അമ്മയ്ക്കും ആരാ ഉള്ളത് എന്ന് വാസുദേവൻ ചോദിച്ചു. അപ്പോഴേക്കും വാസുദേവനോട് ശ്യാമ അന്വേഷിച്ചു. ഉടനെ തന്നെ വാസുദേവൻ പറഞ്ഞു, എങ്കിലും എൻ്റെ മോളെ നമ്മുടെ അപ്പു എന്ന് പറഞ്ഞു ആകെ വിഷമത്തോടെ വാസുദേവൻ സങ്കടപ്പെടുമ്പോൾ ശ്യാമ പറഞ്ഞു, അച്ഛാ, നമ്മുടെ കണ്ണൻ ഒന്നും വരത്തില്ല. നമ്മുടെ അപ്പുവിന് ഒന്നും വരത്തില്ല. നമ്മൾ പ്രാർത്ഥിക്കുന്ന കണ്ണൻ നമുക്കൊപ്പം ഉണ്ടാവും അച്ഛാ. അച്ഛൻ സമാധാനപ്പെട്. അപ്പുവിൻ്റെ ഉള്ളിലും ആ കണ്ണനുണ്ടല്ലോ. ഭഗവാൻ അപ്പുവിനെ കാത്തോളും എന്ന് വാസുദേവനോട് ശ്യാമ സമാധാനിപ്പിച്ചു. അച്ഛാ, ഇനിയൊന്നും അച്ഛൻ മറ്റൊന്നും ആലോചിക്കരുത്. കണ്ണനെ മാത്രം വിശ്വസിച്ച് ഭഗവാന്റെ കയ്യിൽ എല്ലാം അർപ്പിച്ച് നമ്മുടെ അപ്പുവിനെ ഭഗവാൻ തിരിച്ചു തരാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം അച്ഛാ എന്ന് ശ്യാമ വാസുദേവനോട് പറഞ്ഞു. അതിനുശേഷം ശ്യാമ മനമൊരുക്കി തൻ്റെ കണ്ണനോട് പ്രാർത്ഥിക്കുന്നു. പിറ്റേന്ന് രാവിലെ ഓപ്പറേഷന് വേണ്ടി അപ്പു റെഡിയായിരുന്നു. ആ സമയത്ത് അഖിലും ശ്യാമയും വാസുദേവനും എല്ലാവരും ശ്യാമയുടെ അഖിലിൻ്റെയും ഒക്കെ അരികിൽ എല്ലാവരും വിഷമത്തോടെ അങ്ങനെ നിൽക്കുമ്പോൾ അവരെല്ലാവരും അരികിൽ നിൽക്കുന്നത് കണ്ട് അപ്പു ആകെ സങ്കടത്തോടെ എല്ലാവരെയും നോക്കി. അപ്പോഴേക്കും ഡോക്ടർ അവിടേക്ക് എത്തി. അപ്പു റെഡിയായല്ലോ അല്ലേ എന്ന് ചോദിച്ചു. അതെ ഡോക്ടർ, ഞാൻ റെഡിയായി എന്ന് പറഞ്ഞു. എന്നാൽ നമുക്ക് പോകാം എന്ന് പറഞ്ഞതും അപ്പു വിഷമിക്കണ്ട, ഒരു കുഴപ്പവും ഇല്ല കേട്ടോ എന്ന് അപ്പുവിനോട് അറിയിച്ചു. അപ്പോഴേക്കും അപ്പു ചോദിച്ചു, ഡോക്ടർ, എൻ്റെ ഓപ്പറേഷൻ ഹൃദയം തുറന്നിട്ടുള്ള ഓപ്പറേഷൻ അല്ലേ എന്ന് ചോദിച്ചത്. അതെ അപ്പു, ഓപ്പൺ ഹാർട്ട് സർജറിയാണ്. അപ്പു പേടിക്കണ്ട. അപ്പുവിന് ഒരു ഇഞ്ചക്ഷൻ എടുക്കും. അത് കഴിയുമ്പോൾ അപ്പു ഒന്നും അറിയത്തില്ല. വേദന പോലും അപ്പു അറിയില്ല. എല്ലാം മറക്കും. അപ്പു മയങ്ങിപ്പോവും. അത്രേ ഉള്ളൂ എന്ന് ഡോക്ടർ അറിയിച്ചു. അത് കേട്ടതും അപ്പു പറഞ്ഞു, ഡോക്ടർ, അതുകൊണ്ടല്ല ഞാൻ വേറൊരു കാര്യം ചോദിക്കാൻ വന്നത്. എന്നോട് അച്ഛനും ചേച്ചിയൊക്കെ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ഹൃദയത്തിലാണ് ദൈവം ഇരിക്കുന്നത് എന്ന്. അങ്ങനെയാകുമ്പോൾ ഡോക്ടർ എൻ്റെ ഹൃദയം തുറന്ന് ഓപ്പറേഷൻ ചെയ്യുമ്പോൾ അതിനുള്ളിലുള്ള എൻ്റെ ദൈവത്തെ ഡോക്ടർക്ക് കാണാൻ കഴിയുമല്ലോ. അപ്പോൾ ഞാൻ മയക്കത്തിലായിരിക്കില്ലേ? അതിനുശേഷം ഞാൻ ഉണരുമ്പോൾ ഡോക്ടർ ആ ദൈവത്തിൻ്റെ രൂപം ഒന്ന് ശരിക്കും നോക്കണം, ശരിക്കും ഓർത്തു വെക്കണം. ഞാൻ ഉണർന്നു കഴിയുമ്പോൾ ഡോക്ടർ എനിക്കത് പറഞ്ഞു തരണം. എൻ്റെ ഉള്ളിലുണ്ടായിരുന്ന ദൈവത്തിൻ്റെ രൂപം എങ്ങനെയായിരുന്നുവെന്ന് ഡോക്ടർ പറഞ്ഞു തരില്ലേ എന്ന് അപ്പു ചോദിച്ചത് കേട്ട് അപ്പുവിൻ്റെ ആ ചോദ്യം കേട്ട് അവിടെ ചുറ്റും കൂടി നിന്നവരെല്ലാവരും ഒരു നിമിഷം എന്ത് മറുപടി പറയുമെന്നോർത്ത് അപ്പുവിൻ്റെ ആ വിശ്വാസത്തെ, അപ്പുവിൻ്റെ ആ സംശയത്തെ, അതിനെ എങ്ങനെ അപ്പുവിനെ സമാധാനിപ്പിക്കുന്ന രീതിയിൽ ഒരു മറുപടി നൽകുമെന്നോർത്ത് എല്ലാവരും ആകെ വിഷമിച്ചു നിന്നു. ആകെ ആശയക്കുഴപ്പത്തിലാക്കുന്ന ഒരാവശ്യമായിരുന്നു അപ്പു ഡോക്ടറോട് പറഞ്ഞത്. അപ്പോഴേക്കും ഡോക്ടർ പറഞ്ഞു, ശരി അപ്പോൾ ഞാൻ ഓർത്ത് വെച്ചോളാം എന്ന് പറഞ്ഞതും എന്നാൽ ശരി, ഞാൻ റെഡിയാണ് എന്ന് അപ്പു ഡോക്ടറോട് അറിയിക്കുന്നു. അതിനുശേഷം അപ്പുവുമായിട്ട് ഡോക്ടർ എന്നാൽ നമുക്ക് പോകാം എന്ന് പറഞ്ഞ് ഓപ്പറേഷന് തയ്യാറായ അപ്പുവിനെ കൂട്ടിക്കൊണ്ടു പോകാനായി ഡോക്ടർ ഒരുങ്ങി. അപ്പോഴേക്കും അഖിലും ശ്യാമയും വാസുദേവനും ദേവികയും ജയന്തിയും എല്ലാം വളരെ സന്തോഷത്തോടെ അപ്പുവിനെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് പറഞ്ഞയക്കാൻ മുഖത്ത് പുഞ്ചിരി വരുത്തി മനസ്സിലുള്ള വേദനയെല്ലാം അവർ മനസ്സിൽ തന്നെ അടക്കി പിടിച്ച് പുറമെ പുഞ്ചിരിച്ചുകൊണ്ട് അപ്പുവിനെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് പോകാനായി ഒരുങ്ങുന്നു.